മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 29ാമത്തെ ദശകത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതം. 5ാമത്തെ ശ്ലോകം. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വഥ സമാപ്യ സുധം സുരേഷു ത്വം ഭക്തലോകവശവോ നിജരൂപമേത്യ സ്വർഭാനുമർദ്ധപരിപീതസുധം വ്യലാവീഹി. മോഹിനി വേഷം ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ രൂപം കണ്ടിട്ട് വിഭ്രമത്തോടു കൂടിയതായിട്ടുള്ള അസുരന്മാർ അനുരാഗത്തോട് അത്യധികമായിട്ടുള്ള കാമം കൊണ്ട് ആവേശിതരായിട്ട് ഭഗവാനെ അമൃത് പങ്കുവയ്ക്കാനായിട്ട് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞു. ഭഗവാൻ ആ അമൃത കലശവും കയ്യിലെടുത്തുകൊണ്ട് അവരെ മോഹിപ്പിക്കുന്ന വിധത്തിലുള്ളതായിട്ടുള്ള വിഭ്രമങ്ങളോട് കൂടിയിട്ട് അമൃത കലശം സ്വീകരിച്ചു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. എന്നിട്ട് പിന്നെ അടുത്തതാണ് പറയണത്. ത്വർത്തഹ അങ്ങയിൽ നിന്ന് അസ്മാസു ഇയം പ്രണയിനീ ഇതി. ഇയം ഇവൾ, അതായത് ഈ മോഹിനി, അസ്മാസു പ്രണയിനി ഞങ്ങളിൽ പ്രണയത്തോടു കൂടിയവളാണ്. അതായത് മോഹിനിയുടെ ഗതിവിഭ്രമങ്ങളൊക്കെ ലീലാവിലാസങ്ങളൊക്കെ കണ്ടപ്പോൾ അസുരന്മാർക്ക് തോന്നി മോഹിനിക്ക് ഞങ്ങളെ തന്നെയാണ് ഇഷ്ടം, ദേവന്മാരെയല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെയാണ് സുധ മുഴുവൻ തരിക എന്നുള്ളതായിട്ടുള്ള ആ ഒരു താല്പര്യത്തോടു കൂടിയിട്ട് അസ്മാസു ഇയം പ്രണയിനി, അവൾക്ക് നമ്മളോടാണ്, അതായത് അസുരന്മാരോടാണ് അധികം പ്രണയം എന്ന് കരുതി അസ്മാസു ഇയം പ്രണയിനി ഇതി എന്ന് കരുതിയിട്ട് നിഭൃതം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷു തേഷു അസുരേഷു, ആ അസുരന്മാർ ജോഷം സ്ഥിതേഷു മിണ്ടാതെ കണ്ടിരുന്നു. അതായത് ദേവന്മാർക്ക് അമൃത് കൊടുക്കണ കണ്ടു, പക്ഷെ എന്നാലും അവർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മുഴുവൻ നമുക്ക് തരും, അസുരന്മാർക്ക് തരും എന്ന് കരുതി സന്തോഷിച്ചുകൊണ്ട് അവർ മിണ്ടാതിരുന്നു. നമ്മോടാണ് അവൾക്ക് അധികം പ്രണയം, മോഹിനിക്ക് അസുരന്മാരോടാണ് അധികം പ്രണയം എന്ന് കരുതി ദേവന്മാർക്ക് അമൃത കൊടുത്തു തുടങ്ങിയെങ്കിലും അതുകൊണ്ട് അവർക്ക് അധികം കൊടുക്കില്ല, നമുക്ക് തന്നെയാണ് അധികം തരിക, നമ്മളോടാണ് ഇഷ്ടം എന്ന് കരുതി അസുരന്മാർ മിണ്ടാതിരുന്നു. ജോഷം സ്ഥിതേഷു, ജോഷം അനങ്ങാതെ മിണ്ടാതെ കണ്ട് ഒന്നും പറയാതെ കണ്ട്, വിരോധം ഒന്നും പറയാതെ കണ്ടിരുന്നു അസുരന്മാർ. എന്താണ്, അവൾ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് തരും, അസുരന്മാർക്ക് തന്നെ തരും എന്ന് കരുതി അസുരന്മാർ മിണ്ടാതെ ഇരുന്ന അവസരത്തിൽ ജോഷം സ്ഥിതേഷു അഥ സമാപ്യ സുധാം സുരേഷു, ഭഗവാൻ എന്തു ചെയ്തു? സുരേഷു സുധാം സമാപ്യ, സുരന്മാരിൽ ആ സുധ മുഴുവൻ അവസാനിപ്പിച്ചു, അമൃത് മുഴുവൻ സുരന്മാർക്കായിട്ട് കൊടുത്തു എന്നാണ്. അതങ്ങോട്ട് അവസാനിപ്പിച്ചു, ആ അമൃതകലശം മുഴുവൻ തീർത്തു, അതിലുള്ളതായിട്ടുള്ള അമൃത് മുഴുവൻ സുരന്മാർക്ക് കൊടുത്തുകൊണ്ട് തന്നെ അത് അവസാനിപ്പിച്ചു. അത് അസുരന്മാർക്കൊന്നും കൊടുക്കാനായിട്ട് ബാക്കി അതിലുണ്ടായിരുന്നില്ല, അത് മുഴുവൻ ദേവന്മാർക്ക് തന്നെ കൊടുത്തു എന്നാണ്. 2 വരിയായിട്ടാണല്ലോ ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ അസുരന്മാരുടെ കയ്യിലേക്ക് വരും, ഇപ്പോൾ വരും എന്ന് വിചാരിച്ചും കൊണ്ട് ഇരിവിടായിരുന്നു. പക്ഷേ ആ അമൃത് മുഴുവൻ ദേവന്മാർക്ക് തന്നെ കൊടുത്തു തീർത്തു. അങ്ങനെ അല്ലാതിരുന്നു വെച്ചാൽ ദേവന്മാരെ തോൽപ്പിക്കാനുള്ളതായിട്ടുള്ള ശക്തി അസുരന്മാർക്ക് ഉണ്ടാവരുത് എന്നാണല്ലോ ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഈ അമൃത് ദേവന്മാർക്കല്ലാതെ കണ്ട് അസുരന്മാർക്കും കൊടുക്കുകയാണെങ്കിൽ രണ്ടാൾക്കും ഒരുപോലെ ശക്തി ഉണ്ടാവും. അപ്പോൾ പിന്നെയും കലഹങ്ങൾ ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ദേവന്മാർക്ക് തന്നെ അത് മുഴുവനെ കൊടുത്തു തീർത്തു എന്ന് പറയുന്നത്. അസ്മാസു ഇയം പ്രണയിനീ ഇതി അസുരേഷു തേഷു ജോഷം സ്ഥിതേഷു, അസുരന്മാരൊക്കെ മിണ്ടാതെ ഇരുന്നതായ അവസരത്തിൽ സമാപ്യ സുധാം സുരേഷു, സുധയെ അമൃതിനെ സുരേഷു സമാപ്യ, സുരന്മാരിൽ അവസാനിപ്പിച്ചിട്ട് സുരന്മാർക്ക് കൊടുത്ത് ദേവന്മാർക്ക് കൊടുത്ത് അമൃത് മുഴുമിച്ചതിന് ശേഷം തീർത്തതിന് ശേഷം ത്വം അങ്ങ് ഭക്തലോകവശക, ഭക്തലോകന്മാർക്ക് വശംവദനായിട്ടുള്ള അങ്ങ് ജനങ്ങൾക്ക്, അതായത് ഭഗവാന്റെ ഭക്തന്മാർ ദേവന്മാരാണ്. അപ്പോൾ ആ ദേവന്മാർക്ക്
വശകനായിട്ടുള്ള വശംവദനായിട്ടുള്ള അങ്ങ് ഭക്തലോക വശക, ഭക്തലോകത്തിന് ഭക്തന്മാരുടെ ലോകത്തിന് ഭക്തജനങ്ങൾക്ക് വശകനായിട്ടുള്ള വശംവദനായിട്ടുള്ള അങ്ങ് നിജരൂപം ഏത്യ, സ്വന്തം രൂപത്തെ ധരിച്ചു. ഏത്യ പ്രാപിച്ചിട്ട്, നിജരൂപം തൻ്റെ വിഷ്ണുവിൻ്റെ രൂപം തന്നെ ധരിച്ചിട്ട് നിജരൂപം ഏത്യ. അതുവരെ മോഹിനി വേഷമാണല്ലോ ഉണ്ടായിരുന്നത്. ഇനി ആ നിജരൂപം ഏത്യ, വിഷ്ണുവിൻ്റെ രൂപം തന്നെ ധരിച്ചിട്ട് നിജരൂപം തൻ്റേതായ രൂപത്തെ പ്രാപിച്ചിട്ട് സ്വർഭാനും അർദ്ധപരിപീത സുധം വ്യലാവീഹി, സ്വർഭാനും വ്യലാവീഹി, സ്വർഭാനുവിനെ വ്യലാവീഹി ഛേദിച്ചു. ഛേദിച്ചു ലാവനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിക്കൽ, ഛേദിക്കൽ ആണ്. അതായത് ഛേദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കഴുത്ത് ഛേദിച്ചു എന്നാണ്. സ്വർഭാനും അർദ്ധപരിപീത സുധം, അർദ്ധം പകുതി, അർദ്ധം എന്ന് വെച്ചാൽ അർദ്ധ എന്നും അർദ്ധം എന്നൊരു രണ്ടെണ്ണം ഉണ്ട്. അർദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പകുതി എന്നാണ്. ആ നേരെ പകുതി എന്നുള്ളത് മറ്റത് ഒരു ഭാഗം എന്നേ ഉള്ളൂ. ഇവിടെ സ്വർഭാനും അർദ്ധപരിപീത സുധം, അർദ്ധമായിട്ട് പകുതി മുറിച്ച, അർദ്ധപരിപീതം പകുതി പാനം ചെയ്ത ശരീരത്തോടു കൂടി, അർദ്ധപരിപീത സുധം, അർദ്ധമായിട്ട് പകുതി സുധ, വിളമ്പിയതിൻ്റെ പകുതി സുധ കഴിച്ചു. ഏത്? ഈ സ്വർഭാനു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കഴിച്ചപ്പോൾ അത് ഇതായിട്ട് തീരും, അമരനായിട്ട് തീരും. അമൃത് കഴിച്ചാതാണല്ലോ അമരത്വമാണല്ലോ ഭവിക്കുക. അപ്പോൾ അമരനായിട്ട് തീരും എന്നുള്ളത് കൊണ്ട് ഈ കൂട്ടത്തിൽ, ദേവന്മാരുടെ കൂട്ടത്തിൽ വന്നിരുന്നു എന്നുള്ളതാണ് സ്വർഭാനുവിൻ്റെ തകരാറ്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അറിയാതെ കണ്ട് ദേവന്മാരുടെ കൂട്ടത്തിൽ വന്നിരുന്ന് അമൃത് മേടിച്ച് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും ഭഗവാൻ അത് കണ്ടിട്ട് അത് ഛേദിച്ചു, ശിരസ് ഛേദിച്ചു എന്നാണ്. അപ്പോൾ കഴുത്തറുത്തു. അതാ ചക്രം കൊണ്ട്, എൻ്റെ ചക്രം കൊണ്ടാണ് ആ കഴുത്തറക്കണത്, സ്വർഭാനുവിൻ്റെ കഴുത്ത് അറക്കണത്. അതാണ് ഇപ്പോൾ രാഹു കേതുക്കളായിട്ട് മാറിയിട്ടുള്ളത് എന്നാണ്. സ്വർഭാനും അർദ്ധപരിപീത സുധം, പകുതി പീതമായ പാനം ചെയ്തതായ അമൃതത്തോടു കൂടിയതായിട്ടുള്ള രാഹുവിനെ ശിരസ് ഛേദിച്ചു എന്നാണ്. രാഹുവിൻ്റെ ശിരസ് ഛേദിച്ചു. ശിരസ് മാറ്റിയിട്ട് രാഹു കേതുക്കൾ എന്ന് രണ്ടെണ്ണം പറയണത്. കേതു ശരീരം, രാഹു ശിരസ്, അങ്ങനെയാണ് പിന്നീട് പറയണത്. അർദ്ധപരിപീത സുധം വ്യലാവീഹി, വ്യലാവീഹി ഛേദിച്ചു, കഴുത്ത് ഛേദിച്ചു, രണ്ടായിട്ട് മാറ്റി, ശിരസും ശരീരവും രണ്ടാക്കി മാറ്റി എന്നാണ്. അടുത്ത ശ്ലോകം. ത്വത്തസുധാഹരണയോഗ്യഫലം പരേഷു ദത്വാ ഗതേ ത്വയി സുരൈ ഖലു തേ വ്യഗൃഹൻ ഘോരേഥ മൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹാവിരാസീഹി. അപ്പോൾ ഇവർക്ക് ഈ സുധ ഭഗവാന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോവാണ് ചെയ്തത് ആദ്യം, അല്ലേ? ഉത്ഗച്ഛതസ്തവകരാത് അമൃതം ഹരളിസു, അങ്ങ് ധന്വന്തരമൂർത്തിയായിട്ട് പാലാഴിയിൽ നിന്ന് പുറത്തു വന്നതായിട്ടുള്ള അവസരത്തിൽ അങ്ങയുടെ കയ്യിൽ നിന്ന് അമൃതകലശം തട്ടിപ്പറിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം അതിന് യോഗ്യമായിട്ടുള്ള ഒരു ഫലം, അതിൻ്റെ ഫലം, അതായത് ഈ തട്ടിപ്പറിച്ചു കൊണ്ടുപോയപ്പോൾ ഒട്ടും കിട്ടാണ്ടായി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ അമൃതം ഭഗവാന്റെ കയ്യിൽ നിന്ന് അപഹരിച്ച് അല്ലെങ്കിൽ തട്ടിപ്പറിച്ച് കൊണ്ടുപോയതിൻ്റെ ഫലം ത്വത്തഹ, അങ്ങയിൽ നിന്ന് സുധാഹരണം, സുധയെ ഹരിച്ചത്, തട്ടിപ്പറിച്ച് കൊണ്ടുപോയതിൻ്റെ യോഗ്യഫലം, അതിന് യോജിച്ചതായിട്ടുള്ള ഫലം പരേഷു തത്വ, പരന്മാർക്ക്, അതായത് അസുരന്മാർക്ക്, ശത്രുക്കൾക്ക്, പരന്മാരെ ശത്രുക്കൾ, ആ പരേഷു തത്വ പരന്മാർക്ക്, ശത്രുക്കൾക്ക്, അസുരന്മാർക്ക് നൽകിയിട്ട്, ദത്വ നൽകിയിട്ട്, ഗതയെ ത്വയി അങ്ങടെ അപ്രത്യക്ഷമായി. അതായത് ഇങ്ങനെ സുരന്മാരെ മാത്രം അമൃത് കൂട്ടിയിട്ട് ദൈത്യന്മാർക്ക് കൊടുക്കാതെ കണ്ട്, അസുരന്മാർക്ക് ഒട്ടും കൊടുക്കാതെ കണ്ട് ആ സുധ വിഭജിച്ചതിന് ശേഷം ആ മോഹിനി എവിടുന്ന് അങ്ങട് അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഗത്വയെ ഗതേ, അങ്ങ് അവിടെ നിന്ന് പോയതായ അവസരത്തിൽ, ത്വയി ഗതേ ഖലു തേ സുരൈ ഖലു തേ വ്യഗൃഹൻ, തേ ആ അസുരന്മാർ, തേ എന്ന് വെച്ചാൽ അവിടെ അസുരന്മാരെയാണ്. തേ സുരൈ ഖലു വ്യഗൃഹൻ,
സുരൈഖരു സുരന്മാരോടൊപ്പം. ആ അസുരന്മാര് പിന്നീട് സുരന്മാരോടുകൂടി യുദ്ധം ചെയ്യാൻ തുടങ്ങി. വ്യഗൃഹൻ യുദ്ധം ചെയ്തുകൊണ്ട്. അതായത് അവർക്ക് മനസ്സിലായി ഇത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിച്ചിട്ടാണല്ലോ രാഹുവിനെ ഛേദിച്ചത്, ശിരസ് ഛേദിച്ചത്. അപ്പോൾ ഈ തങ്ങളെ പറ്റിച്ചതാണ് എന്നുള്ളതായിട്ടുള്ള കാര്യം മനസ്സിലായപ്പോൾ അമൃതകലശം കാലിയായി. അപ്പോൾ അങ്ങനെ തങ്ങളെ പറ്റിച്ചു വിഷ്ണു എന്ന് മനസ്സിലാക്കിയ അസുരന്മാർ ദേവന്മാരോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ സുരൈഖരുതേ വ്യഗൃഹൻ സുരന്മാരോടൊപ്പം ദേവന്മാരോടൊപ്പം അവർ യുദ്ധം ചെയ്തിട്ട് ഘോരേഥ മൂർച്ഛതിരണേ അഥ പിന്നീട് ഘോരേ രണേ മൂർച്ഛതി ഘോരമായ രണം മൂർച്ഛിച്ചപ്പോൾ ദേവാസുര യുദ്ധം എന്ന് പ്രസിദ്ധമായിട്ടുള്ള ആ യുദ്ധം, അതിഘോരമായിട്ടുള്ള ആ യുദ്ധം ഘോരേ അഥ മൂർച്ഛതി അതങ്ങോട്ട് മൂർച്ഛിച്ചു. ആ യുദ്ധം അതിഭയങ്കരമായി മൂർച്ഛിച്ചു. ആ യുദ്ധം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ളതായ ആ യുദ്ധം. അങ്ങനെ അഥ ഘോരേ രണേ മൂർച്ഛതി ഘോരമായ രണം മൂർച്ഛിതമായപ്പോൾ, അത്യധികം അതിൻ്റെ പാരമ്യത്തിൽ എത്തിയപ്പോൾ ബലിദൈത്യമായാവ്യാമോഹിതേ സുരഗണേ അങ്ങനെ സുരഗണങ്ങൾക്കൊക്കെ വ്യാമോഹിതന്മാരായി സുരഗണങ്ങൾ എന്നാണ്. ഇവരെ മായ എന്തിൻ്റെ ഈ അസുരന്മാർ പ്രയോഗിച്ചതായിട്ടുള്ള അസുരന്മാർക്ക് മായാവിദ്യകൾ അനവധിയാണ് എന്നാണ്. അങ്ങനെ മായികളാണ് അസുരന്മാർ. അപ്പം അങ്ങനെ ആ അസുരന്മാരുടെ മായ കൊണ്ട് ബലി ദൈത്യമായാവ്യാമോഹിതേ ബലിയുടെയും ബലി തുടങ്ങിയതായിട്ടുള്ള ദൈത്യന്മാർ, ബലി അവരുടെ രാജാവാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ ബലിയുടെയും മറ്റുള്ളതായ അസുരന്മാരുടെയും ബലിദൈത്യ മായാവ്യാമോഹിത അല്ലെങ്കിൽ ബലി ആവുന്ന ദൈത്യൻ എന്നങ്ങനെ എടുക്കാം. ബലിയും ദൈത്യന്മാരും, ബലിയും ബാക്കിയുള്ളതായിട്ടുള്ള ദൈത്യന്മാരും എന്നങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ബലിയാവുന്ന ദൈത്യൻ്റെ മായ കൊണ്ട് മായാവ്യാമോഹിതേ ആ മായ കൊണ്ട് അവരുടെ മായാപ്രയോഗങ്ങളെ കൊണ്ട് ഈ വിവരമില്ലാതെ കണ്ട് എന്താ വേണ്ട, എവിടെയാണ് ഈ യുദ്ധം ചെയ്യണത്, ഓരോ ദിക്കിലും കാണും. പിന്നെ അവിടെ അപ്രത്യക്ഷമായിട്ട് അവിടേക്ക് യുദ്ധത്തിന് ചെല്ലുമ്പോഴേക്കും വേറൊരു ദിക്കിരിക്കാവും. അല്ലെങ്കിൽ പർവ്വതങ്ങൾ തീയൊക്കെ ഓരോന്ന് സൃഷ്ടിച്ച ഇവരെ അഭിമുഖമായിട്ട് വരുന്നതായിട്ടുള്ള തോന്നലുണ്ടാവും. എന്തായാലും അങ്ങനെ അവരുടേതായ അസുരന്മാരുടേതായ മായകൾ, അനവധി മായകൾ അവർ പ്രയോഗിച്ചു എന്നാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതായ നിശ്ചയം ഇല്ലാതെ കണ്ടായി, മോഹിച്ചു, വിവരമില്ലാതെ കണ്ടായി. അങ്ങനെ വ്യാമോഹിതേ സുരഗണേ സുരഗണങ്ങളൊക്കെ സുരന്മാരൊക്കെ മോഹത്തെ പ്രാപിച്ചു, വ്യാമോഹിതരായി തീർന്നു ഈ ദൈത്യന്മാരുടെ മായകളെ കൊണ്ട് എന്നാണ്. വ്യാമോഹിതേ സുരഗണേ സുരഗണങ്ങൾ, സുരസമൂഹങ്ങൾ, ദേവസമൂഹങ്ങളൊക്കെ വ്യാമോഹത്തെ പ്രാപിച്ചപ്പോൾ ത്വമിഹ അവിരാസീഹി ത്വം ഇഹ ആവിരാസീഹി ത്വം ഭഗവാൻ വിഷ്ണു ഇഹ ഇവിടെ, അതായത് ഇഹാഞ്ച അവിടെ ആ യുദ്ധ സ്ഥലത്ത് ഇഹ ആവിരാസീഹി പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ തന്നെ അവിടെ സ്വയം പ്രത്യക്ഷപ്പെട്ടു. ഈ ദേവാസുരന്മാർ തമ്മിൽ യുദ്ധം നടക്കുന്നതായ ആ സ്ഥലത്ത് ഭഗവാൻ പ്രത്യക്ഷമായി എന്നാണ്. ദേവന്മാരെ സഹായിക്കാൻ വേണ്ടി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ തന്നെ നേരിട്ട് ഒന്ന് സ്വരൂപത്തിൽ തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷമായി എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ഒന്നും കൂടിയും വായിക്കാം ശ്ലോകം രണ്ടും. അസ്മാസ്വിയം പ്രണയിനീത്യസുരേഷു തേഷു ജോഷം സ്ഥിതേഷ്വത സമാപ്യ സുധാം സുരേഷു ത്വം ഭക്തലോകവശവോ നിജരൂപമേത്യ സ്വർഭാനുമർത്ഥപരിപീതസുധം ജലാവീഹി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പ്രേമിപ്പു നമ്മെ ഇവളെന്നു നിനച്ചു ദൈത്യർ മിണ്ടാതിരുന്നമൃതു നീ അമരർക്കു നൽകി പറ്റിച്ചു രാഹുവിടയിൽ സുധവായിലാക്കി തൻ രൂപമാർന്നു ഭഗവൻ തലയങ്ങു വെട്ടി. സുധാഹരണയോഗ്യഫലം പരേഷു ദത്വാഗതേ ത്വയി സുരൈഖരുതേ വ്യഗൃഹൻ ഘോരേഥ മൂർച്ഛതിരണേ ബലിദൈത്യമായാവ്യാമോഹിതേ സുരഗണേ ത്വമിഹ അവിരാസീഹി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പീയൂഷചോരണ ഫലം രിപുവിന്നു നൽകിപ്പോയി ഭവാനസുരരും സുരരോടെതിർത്തു
യുദ്ധം കഠോരമതിലാബലി മായയാലേ മോഹത്തിലാഴ്ത്തി സുരരേയുടനങ്ങണഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.